ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറഞ്ച് കൊണ്ടുള്ള ഒരു ജെല്ലി മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ചേരുവകൾ മതി ഇത് ഉണ്ടാക്കാൻ. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മിഠായിന്നോ അല്ലെങ്കിൽ പുഡിങ്ങെന്നോ ജെല്ലിന്നോ ഡെസേർട്ട് എന്നൊക്കെ ഇതിന് വിളിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓറഞ്ചിൻ്റെ അല്ലി ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 രീതിയിൽ ജ്യൂസ് ആക്കാം കേട്ടോ. ഒന്ന് നമ്മളിത് കുരു കളഞ്ഞിട്ട് ജ്യൂസ് അടിച്ചെടുക്കുക, എന്നാൽ ഒട്ടും കയ്പ്പുണ്ടാവില്ല. ഇനിയിപ്പോൾ കുരു കളയാതെയാണ് നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കുരു അരയാതെ വേണം നമ്മളിത് ക്രഷ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ കുരു ഒട്ടും അരക്കാതെ വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസിന് കയ്പ്പ് രസം ഉണ്ടാവും. പിന്നെ നമ്മളത് വെച്ച് മിഠായി ഉണ്ടാക്കി അതിനും കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, കുരു അരയാതെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ സ്ട്രൈനറിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ജ്യൂസ് എടുക്കാൻ. അപ്പോൾ നമുക്കിവിടെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 1.5 കപ്പ് ജ്യൂസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ജ്യൂസ് അളന്നെടുക്കുമ്പോൾ നമ്മൾ ചെറിയ സ്ട്രൈനറിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ചായ അരിപ്പയിലൊക്കെ ഒന്ന് അരിച്ചെടുക്കണം, എന്നാലാണ് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ജ്യൂസ് കിട്ടുക. അപ്പോൾ എനിക്കിപ്പോൾ 1.5 കപ്പ് ജ്യൂസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. ഇനിയിപ്പോൾ ജ്യൂസിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ഒരു ഓറഞ്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ പകുതിയോ ചേർത്ത് കുറച്ചും കൂടെ ജ്യൂസ് ഉണ്ടാക്കിയെടുത്ത് 1.5 കപ്പാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മുടെ ഓറഞ്ചിൻ്റെ മധുരത്തിനനുസരിച്ച് ചിലപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരും. അത്യാവശ്യം നല്ല മധുരമുള്ള ഓറഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരനെ അധികമാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ 1/4 കപ്പ് കോൺഫ്ലോർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1.5 കപ്പ് ജ്യൂസിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കോൺഫ്ലോറും ആണ് കേട്ടോ ചേർക്കുന്നത്. ഇനിയിപ്പോൾ കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ, മെഷർമെൻറ്റ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബൗളിൽ കപ്പ് അളന്ന് നോക്കിയാൽ മതി. 1.5 കപ്പ് ജ്യൂസും 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കോൺഫ്ലോറും എടുത്താൽ മതി. എന്നാലാണ് നമ്മൾ മിഠായി ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കോൺഫ്ലോറൊക്കെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ, ഓറഞ്ച് ജ്യൂസിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുത്തിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിടാം. പിന്നെ ഇതിങ്ങനെ തിക്കായി വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി ഒന്ന് നല്ല തിക്കാക്കി എടുക്കണം. ഇപ്പോൾ കണ്ടത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല പോലെ തിള വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ തിളച്ച് വരുന്നത് വരെയാണ് നമ്മളിത് വേവിക്കേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിതൊന്ന് ഇളം ചൂടാവുന്നത് വരെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ ഇനി നമുക്കിത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊന്ന് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എന്നാലാണ് ഇതിൽ നിന്ന് വിട്ട് പോരുക. ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക് ഗ്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുന്നത്. സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒക്കെ ബൗളോ ഗ്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പ്ലാസ്റ്റിക്കൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ ചൂടോടുകൂടി ഒഴിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ നല്ല തണുക്കാൻ വേണ്ടിയിട്ട് വെക്കരുത്. അപ്പോൾ അതിൽ കിടന്നിട്ട് തന്നെ ഇത് സെറ്റാവും. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഗ്ലാസിൻ്റെ പകുതി ഭാഗം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ അളവിൽ 4 ഗ്ലാസ്സിന് പകുതി ഒഴിക്കാൻ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇത് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ വെക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഗ്ലാസ് ഒരു പാത്രത്തിലോട്ട് കമഴ്ത്തിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ നിന്ന് ഈസി ആയിട്ട് വിട്ടു പോരും. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജെല്ലി മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കോൺഫ്ലോറൊക്കെ വെച്ച് ചെയ്തുകൊണ്ട് തന്നെ കുറേ സമയം ഇത് മെൽറ്റ് ആവാതെ ഇരിക്കൊന്നുമില്ല കേട്ടോ, കുറച്ച് സമയം ഇരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോൺ സിറപ്പൊക്കെ ചേർക്കണം. കോൺ സിറപ്പൊക്കെ ചേർത്തിട്ട് ജെല്ലി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം മെൽറ്റ് ആവാതെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ കോൺഫ്ലോർ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമ്മുടെ മിഠായി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെറും 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ഓറഞ്ച് ജെല്ലി മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്നാണ് വിജയെ തിരഞ്ഞെടുക്കുക. ഓവനാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്